ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല നാടൻ രീതിയിൽ തേങ്ങ അരച്ച ഞണ്ട് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ 6 ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം സൈസിലുള്ള 6 ഞണ്ടാണ്. ഇനി ഇതിൻ്റെ കാലൊക്കെ ഒന്ന് മുറിച്ച് ഇതിനുള്ളിലെ അഴുക്കൊക്കെ ഒന്ന് നീക്കം ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇത് 250 ml കപ്പാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇപ്പോൾ ചേർത്തത്. ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർക്കാം. ഈ പെരിഞ്ജീരകവും പട്ടയും ചേർക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇത് നല്ല ടേസ്റ്റ് കൂട്ടുന്ന 2 ചേരുവകളാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഞണ്ടിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഞണ്ട് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞണ്ടിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ് ചേർക്കേണ്ടത്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഞണ്ട് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന 2 ചേരുവകളാണ് പെരിഞ്ജീരകവും പട്ടയും. അപ്പോൾ ഈ 2 ചേരുവകളും അരപ്പരയ്ക്കുന്ന സമയത്ത് ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷമാണ് ഇതിലേക്ക് ചേർത്തത്. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. തേങ്ങ അരച്ച ഈ ഞണ്ട് കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നല്ല ചൂട് ചോറിനൊപ്പം അടിപൊളി കോമ്പിനേഷനാണിത്. ഈ ഒരു രീതിയിൽ ഇതുവരെയും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളിയാണ് ചേർക്കുന്നത്. വളരെ ചെറിയ 1 തക്കാളി ചേർത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞണ്ട് മസാലയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഗ്രേവി ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം പാകത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചിടണം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയാണ് ചേർക്കേണ്ടത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും നല്ലത്. 2 വറ്റൽമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.